ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം. നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ദൈവസമാധാനം. സന്തോഷിപ്പീൻ, ദൈവസമാധാനം ലഭിക്കും. സ്തോത്രം. ആകുലപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അതും എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാൻ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയുമാകട്ടെ, രോഗസൗഖ്യമോ കടം മാറുക എന്നുള്ളതോ അതല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ എന്തു തന്നെയാകട്ടെ, നിങ്ങളുടെ ആവശ്യങ്ങൾ അത് പ്രത്യേകം എടുത്തുകൊണ്ട് നിങ്ങൾ തനിയെ മാറിയിരിക്കുക. വേറെ ആരും വേണമെന്നില്ല. ഇല്ലാതിരിക്കുകയാണ് നല്ലത്. അല്ല, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കൂടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വേണ്ട, ഒറ്റയ്ക്കിരിക്കുന്നത് ഏറ്റവും നല്ലത്. നിങ്ങളുടെ പ്രത്യേകമായൊരാവശ്യം, ഒരുപക്ഷെ പരീക്ഷ പാസ്സാകുന്നതാകാം, ജോലി കിട്ടുന്നതാകാം, ഒരു വിവാഹം നടക്കുന്നതാകാം, ഒരു കുഞ്ഞിനെ കിട്ടുന്നതാകാം ആവശ്യം. അതല്ല, കുറച്ചുകൂടി കടന്ന് നിങ്ങളുടെ കോപസ്വഭാവം മാറുന്നതാകാം, നിങ്ങളുടെ വാശിയും വഴക്കും മാറുന്നതാകാം, നിങ്ങളുടെ വീട്ടിലെ കലഹങ്ങൾ മാറുന്നതാകാം, ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറുന്നതാകാം, അല്ലെങ്കിൽ ഭാര്യയുടെ പരിഭവം മാറുന്നതാകാം. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ ആവശ്യം നിങ്ങൾ വഹിച്ചുകൊണ്ട് നിങ്ങൾ തനിയെ മേറിട്ടിരിക്കുക. കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഞാൻ വശം കെട്ട് ഹൃദയം നുറുങ്ങി വന്നിരിക്കുകയാണ്. ഞാൻ വിഷമിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയാം, കർത്താവേ, നിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്നു. ഞാൻ സത്യമായി വിളിച്ചപേക്ഷിക്കുന്നു, നീ സമീപത്ത് വന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, വചനം ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ഞാൻ നിന്നോട് ഒരാവശ്യം പറയാൻ പോവുകയാണ്. അതിനു മുൻപ് ഞാൻ തിരുവൻപാകെ ഒരു കാര്യം ബോധിപ്പിക്കുന്നു. ഇനിമേൽ ഞാൻ പുതിയ മനുഷ്യനായിരിക്കും, ആ കാര്യം ഉറപ്പാണ്. ഇനിമേൽ ഞാൻ പാവത്തിലേക്കില്ല, പഴയ സ്വഭാവത്തിലേക്കില്ല, ഞാൻ പുതിയ മനുഷ്യനായിരിക്കും. ആ ഒരു ഉറപ്പോടെ ഞാനിതാ തിരുവൻപാവ് വന്നിരിക്കുന്നു. കർത്താവേ, നിൻ്റെ തൃക്കരം നീട്ടി എൻ്റെ ഈ ആവശ്യത്തിൽ നിൻ്റെ ആണിപ്പാടുള്ള കരം വയ്ക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കാണാം. നിങ്ങളൊന്ന് അപേക്ഷിച്ച് നോക്കൂ. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. സ്തോത്രം. അക്കാര്യം ഉറപ്പാണ്. നിങ്ങൾ വിശ്വസിക്കൂ. കർത്താവ് നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റിത്തരും. കർത്താവ് നിങ്ങളുടെ ആവശ്യം കണ്ട് കർത്താവ് അവിടെ പ്രവർത്തിക്കും, അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ പറയും, സാറേ, ഞാനിങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, സാറ് പറഞ്ഞതനുസരിച്ച് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ എനിക്ക് സൗഖ്യം കിട്ടിയില്ലല്ലോ, രോഗം മാറിയില്ലല്ലോ, എൻ്റെ വ്യാധി മാറുന്നില്ലല്ലോ, ചികിത്സിച്ചിട്ടും മാറുന്നില്ലല്ലോ, ഡോക്ടേഴ്സ് കൈവിടുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാത്തത്? ദൈവത്തിന് സ്തോത്രം.
നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവിനോട് യാചിച്ചിട്ട് പറയണം, കർത്താവേ, ഇതിന് നീ എനിക്ക് മറുപടി തരുന്നില്ലെങ്കിൽ കർത്താവേ, എനിക്ക് നല്ല ഉറപ്പാണ് നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്, എൻ്റെ നന്മയ്ക്കായിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നന്മയ്ക്കായിട്ട് നീ മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തിന്മയ്ക്കായി സംഭവിക്കുന്നത് പോലും നന്മയ്ക്കാക്കി മാറ്റിത്തരും ഞാൻ വിശ്വസിക്കുന്നു. രോഗം തിന്മയ്ക്കാണ്, രോഗം വന്നത് നന്മയ്ക്കാക്കി മാറ്റിത്തരും. സ്തോത്രം. പരീക്ഷയിൽ തോറ്റു, തിന്മയ്ക്കാണ്, പക്ഷെ നന്മയ്ക്കാക്കി മാറ്റിത്തരും. സ്തോത്രം. ഈ ആവശ്യങ്ങളും പേറിക്കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരൂ. അതാണ് അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വരുവീൻ. അധ്വാനിക്കുക, ഭാരം ചുമക്കുന്നു. നമ്മുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നമ്മൾ ക്ലേശിച്ചവരാണ്, അധ്വാനിച്ചവരാണ്, യാതനയേറ്റവരാണ്. ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് ചെല്ലാം, ധൈര്യമായിട്ട് ചെല്ലാം. അവൻ തന്നെ വിളിച്ചപേക്ഷിച്ച് നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവമൊഴിയെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിൽ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലെടുത്ത് ചെല്ലുക. നിങ്ങൾ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളൊരു വാക്കാണ്, കർത്താവേ, ഞാൻ വേറെ ഒന്നും നിന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ നിൻ്റെ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കൊരു കാര്യമല്ലേ ചോദിച്ചുള്ളൂ, എന്നെ ഒരു വിശുദ്ധനാക്കി മാറ്റണമെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഈ ഭൂമിയിൽ മനുഷ്യരാരുമല്ലോ എന്നെ വേണ്ടിയെടുത്തത്, ഈ ഭൂമിയിലൊരു കൂട്ടായ്മയല്ലോ എന്നെ രക്ഷിച്ചത്. എൻ്റെ കർത്താവേ, ഈ ഭൂമിയിലെ യാതൊരു പരിശുദ്ധനുമല്ലോ എന്നെ രക്ഷിച്ചത്. ഗോകുൽത്തായിലെ കുരിശിൽ 3 ആണികൾ തൂങ്ങി എൻ്റെ കർത്താവായ യേശുക്രിസ്തു ആണല്ലോ എന്നെ രക്ഷിച്ചത്. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ ആയുസ് നിനക്ക് തന്നതല്ലേ കർത്താവേ, അതിന് മാറ്റമില്ലല്ലോ. എൻ്റെ ജീവിതം ഞാൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ, നിൻ്റെ തൃക്കരം ഇപ്പോൾ എൻ്റെ മേൽ വയ്ക്കണം. സ്തോത്രം. അവനോട് ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായ പരീക്ഷയ്ക്കുണ്ടത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിൽ കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തെ എടുത്ത് ചെല്ലുക. സ്തോത്രം. ഇവനത്ര മഹാനെന്ന് നോക്കുവീൻ, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപിയോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. സ്തോത്രം. നിത്യമഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇബ്രായ ലേഖനത്തിൽ ചില വാക്യങ്ങളായി പറഞ്ഞത്. നിത്യമഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്നെ യേശു അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും യേശു അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കൂ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, വിശ്വസിക്കൂ. യേശു നിങ്ങളെ ആളാമ്പ്രതി അറിയുന്നു, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ ഭാരങ്ങൾ യേശു കാണുന്നു, നിങ്ങളുടെ വേദനകൾ യേശു അറിയുന്നു. നിങ്ങളുടെ തലമുടി നാര് പോലും എണ്ണിയിരിക്കുന്നു. ഒരെണ്ണം താഴെ കൊഴിഞ്ഞു വീണാൽ നിങ്ങളറിയില്ല, പക്ഷേ യേശു അറിയും. ദൈവത്തിന് സ്തോത്രം. പട്ടുകാരൻ പാടിയല്ലോ, എൻ തലയിലെ മുടി, എൻ തലയിലെ മൂടികളുമെല്ലാം നീ അറിയുന്നു. എൻ തലയിലെ മൂടികളുമെല്ലാം നീ അറിയുന്നു. ഒന്നതിൽ നീലത്തു വീണിടണമെങ്കിൽ ഉന്നതരാരിഞ്ഞേ സാധ്യമായിടൂ. ഒന്നതിൽ നീലത്തു വീണിടണമെങ്കിൽ
എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. സ്തോത്രം. ഈ ബോധ്യത്തോടുകൂടി നിങ്ങൾ കർത്തനിൽ വന്ന് നിങ്ങളുടെ ഭാരം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഓരോ ചലനം അറിയുന്ന ക്രിസ്തു നമ്മളെ തൊടും. അതൊരു അനുഭവമാണ്. ആത്മാവ് നമ്മളെ തൊടും, പരിശുദ്ധാത്മാവ് നമ്മെ തൊടും. അതൊരു അനുഭവമാണ്. എന്താണ് നമ്മുടെ തീരുമാനം? വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധി പ്രാപിക്കണം, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. അതാണ് നമ്മുടെ തീരുമാനം. വേറെ ലക്ഷ്യമില്ലെന്ന്. സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി ആയുസങ്ങ് മുഴുവനായി ചെലവഴിക്കപ്പെടണം. വേറെ ലക്ഷ്യമില്ല. അങ്ങനെ വരണം. കർത്താവേ, നിൻ്റെ ഹിതം നിറവേറ്റാൻ മാത്രമായി ആയുസ് ചെലവഴിക്കപ്പെടണം, നിനക്കായി മാത്രം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭാഗ്യകരമായ അനുഭവമാണെന്നോ. ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പറയുന്നു. അവർക്ക് ഒറ്റുകൂടി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫിലിപ്പിയിലുള്ള ദൈവമക്കൾക്ക്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ ചെന്ന് സുവിശേഷം അറിയിച്ച് ഒരു നല്ല സഭ അവിടെ ഉണ്ടായി. ഫിലിപ്പിയ സഭ നല്ല ഏൺസ്റ്റായിട്ട്, നല്ല ചൊറിയുറുക്കോടെ നിന്നൊരു സഭയായിരുന്നു. നല്ല വിശുദ്ധിയോട് വിശ്വാസത്തോടെ നിന്ന സഭയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു കെടുതി വന്നത്. അവിടെ മുൻപന്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്ത യുവോദ്യയും സുന്തുകയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമായി. 4-1 വാക്യം വായിക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏക ചിന്തയോടെ ഇരിപ്പാൻ ഞാൻ യുവതിയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ യുവതിയെയും സുന്തുകയെയും പ്രബോധിപ്പിക്കുന്നു. യുവോദ്യ സുന്തുക എന്ന 2 സ്ത്രീകൾ തമ്മിൽ കലഹമായി. ഡോണ്ട് കോറൽ എനിമോർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. ഡോണ്ട് കോറൽ എനിമോർ, നിങ്ങൾ ഇനി കലഹിക്കരുത്. ഡോണ്ട് കോറൽ എനിമോർ, ഇനിമേൽ നിങ്ങൾ കലഹിക്കരുത്. മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച സ്ത്രീകളായിരുന്നു. അവിടെ സ്ത്രീകളുടെ ഇടയിലെ വേലയിൽ വളരെ പ്രയോജനപ്പെട്ടവരായിരുന്നു. യുവതിയെ സുന്തുകയും അവരെ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്, കർത്താവിൽ നിങ്ങൾ ഒരു മനസ്സായിരിപ്പീൻ. ബി ഓഫ് വൺ മൈൻഡ് എന്നാണ് വേറൊരു പുസ്തകം, വേറെ ഇംഗ്ലീഷ് വേർഷൻ. ബി ഓഫ് വൺ മൈൻഡ്, ബി ഓഫ് വൺ മൈൻഡ്, ഒരു മനസ്സാകുകയും. അവിടെ ഫിലിപ്പിയ സഭയിൽ അതുമൂലം വലിയ കലക്കമുണ്ടായി. ഫിലിപ്പിയ സഭയിൽ അതുമൂലം വലിയ പ്രശ്നമുണ്ടായി. ആളുകളുടെ ഇടയിൽ അമ്പരപ്പുണ്ടായി. സ്ത്രീകൾ 2 പേർ തമ്മിലുള്ള കലഹമാണെന്നെങ്കിൽ പോലും അത് സഭയിൽ ചില വേണ്ടാത്ത ചലനങ്ങളുണ്ടാക്കി. പൗലോസ്ലീഹ പെട്ടെന്ന് ഇടപെട്ടു. കാരണം പൗലോസ്ലീഹ അന്ന് ജയിലിൽ കിടക്കുകയാണ്, റോമൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ വേഗം ദ്രുതഗതിയിൽ എഴുത്തെഴുതി. ഫിലിപ്പിയ സഭയ്ക്ക് വളരെ തിടുക്കത്തിലൊരു എഴുത്തെഴുതി. അതാണ് ഈ എഴുത്ത്, ഫിലിപ്പിയ ലേഖനം. എപ്പഫ്രൊദിത്തോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഫിലിപ്പിയിൽ നിന്ന് പൗലോസ്ലീഹയുടെ അടുക്കൽ വന്നു. ഫിലിപ്പിയിലുള്ള ദൈവമക്കൾ ഒരു ധർമ്മശേഖരം അവരുടെ വരുമാനത്തിൽ നിന്നുണ്ടാക്കിയ കുറേ രൂപ അത് റോമിലെ കാരാഗ്രഹത്തിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൊടുക്കുവാൻ, കാരാഗ്രഹത്തിൽ ഒരു വീട്ടുതടങ്കൽ പോലെയായിരുന്നു അന്ന്, ഉപജീവനത്തിന് വേണ്ടി കൊടുക്കുവാൻ എപ്പഫ്രൊദിത്തോസ് കൊണ്ടുവന്നു. പോരുന്ന വഴിക്ക് എപ്പഫ്രൊദിത്തോസിന് രോഗമായി. മരിപ്പാറായിരുന്നു സത്യം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു. അവൻ മരിപ്പാറായിരുന്നു സത്യം. 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. വായിച്ചാൽ, എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രൊദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചിരുന്നു. അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. എപ്പഫ്രൊദിത്തോസിന് രോഗം വന്നു. രോഗം വന്നപ്പോഴേക്കും
അത് പൗലോസിലേക്ക് വലിയ വേദനയായി. പൗലോസിയെ പ്രാർത്ഥിച്ചു. എന്തൊരത്ഭുതം! രോഗം മാറി, സൗഖ്യമായി. അവിടെ നിന്ന് വന്ന ദൈവമക്കൾ ഈ എപ്പഫ്രൊദിത്തോസിൻ്റെ കയ്യിൽ അപ്പോസ്തലന് ഒരു സഹായം കൊടുത്തു വിട്ട ദൈവമക്കൾ സ്നേഹമുള്ളവരായിരുന്നു. ഈ ഫിലിപ്പിയ സഭ സ്നേഹമുള്ളൊരു സഭയായിരുന്നു, സഹായിപ്പ് മനസ്സുള്ള സഭയായിരുന്നു. അതുകൊണ്ട് ഫിലിപ്പിയ സഭ അന്ന് ഒരു കളക്ഷൻ എടുത്ത് അപ്പോസ്തലനായ പൗലോസിനെ കൊടുക്കാൻ എപ്പഫ്രൊദിത്തോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. സ്തോത്രം. അവർ പൊതുവെ പറഞ്ഞാൽ അവരിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമൂഹമായിരുന്നെങ്കിലും, അപ്പോസ്തലനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടരായിരുന്നെങ്കിലും അവരുടെ ഇടയിൽ ഐക്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വായിച്ചാൽ കാണാം, 1-ാം അധ്യായത്തിൽ 2-ാം അധ്യായത്തിലെ തമ്മിൽ ഐക്യമായിരിപ്പീൻ, തമ്മിൽ ഏകാഗ്രതയോടിരിപ്പീൻ, ഏകഭാവം കൊണ്ടുവരുവീൻ, ക്രിസ്തുവിൻ്റെ ഭാവം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നെല്ലാം പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. ഐക്യം നഷ്ടപ്പെട്ടു, സഭയ്ക്കുള്ളിൽ ഐക്യം നഷ്ടപ്പെട്ടു. സ്തോത്രം. കുടുംബങ്ങളിൽ ഐക്യം നഷ്ടപ്പെട്ടാൽ കുടുംബത്തിൻ്റെ ഐശ്വര്യം പോകും. സമൂഹത്തിൽ ഐക്യം നഷ്ടപ്പെട്ടാൽ സമൂഹത്തിലെ ഐശ്വര്യം പോകും. കൂട്ടായ്മകൾ ഐക്യം നഷ്ടപ്പെട്ടാൽ കൂട്ടായ്മയുടെ ഐശ്വര്യം പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും ഐക്യം നഷ്ടപ്പെടരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാര്യത്തിൽ ശത്രു പഴുതുണ്ടാക്കി അകത്ത് കിടക്കാൻ നോക്കും. നുഴഞ്ഞു വരുന്ന പിശാചിൻ്റെ തന്ത്രം അതാണ്. നുഴഞ്ഞു വരുന്ന കള്ള സഹോദരന്മാരെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. നുഴഞ്ഞു വരും പിശാച്, തന്ത്രപൂർവ്വം കടന്നു വരും. അതിനിടം കൊടുക്കരുത്. ഫിലിപ്പിയ സഭയിൽ അവിടെ ഐക്യം നഷ്ടപ്പെട്ടു പോയി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, സുവിശേഷത്തിനു വേണ്ടി അധ്വാനിച്ചവരാണ്. ഫിലിപ്പിയ ലേഖനം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോസ്തലൻ്റെ ആങ്സൈറ്റി, ആ സഭയെക്കുറിച്ചുള്ളതായ ഉദ്വേഗം നിങ്ങൾക്ക് മനസ്സിലാകും. അവർ നല്ല രീതിയിൽ വളർന്നു വന്ന സഭ, ആദ്യമായി യൂറോപ്പിൽ ക്രിസ്ത്യാനിയായി ഒരാളുണ്ടായ സഭ ലുദിയ. ആദ്യത്തെ ക്രിസ്ത്യാനി ലുദിയാണ്. യൂറോപ്പിൽ ആദ്യമായി ക്രിസ്ത്യാനി ഉണ്ടായത് ലുദിയ ഈ ഫിലിപ്പിയിൽ നിന്നാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള അനുഗ്രഹീതമായ ആ സഭ ഇപ്പോൾ ആകുല മനസ്കരായി തീർന്നു, ആവലാധിയായി. അവർക്ക് അനേകം ദുരിതങ്ങൾ വന്നു, ഭാരങ്ങൾ വന്നു, ആകുലങ്ങൾ വന്നു. അതാണ് പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന്. ഇന്ന് നമുക്കും പല കാര്യങ്ങളിൽ ആകുലങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. എനിക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, ഓരോരുത്തരുടെയും തലയിൽ ചുമട്. ഞാൻ ചിലപ്പോൾ ഈ കൂട്ടായ്മയിലേക്ക് ദൈവമക്കൾ വരുന്ന നോക്കി വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രം, വലിയ ചുമടും ചുമന്നുകൊണ്ട് ഓരോരുത്തർ വരിക. വലിയ ചുമട്, എല്ലാവരുടെയും തലയിൽ ചുമടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിനോട് പറയാറുണ്ട്, കർത്താവേ, ഈ ചുമടെല്ലാം ഇറക്കി വെച്ചിട്ട് സ്വതന്ത്രരായി ഈ മക്കൾ പോകാനിടയാക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഭാരച്ചുമടുകൾ, അനേക ചുമടുകൾ. പാപത്തിൻ്റെ ചുമടുകളുണ്ട്, ഭാരത്തിൻ്റെ ചുമടുകളുണ്ട്. പാപത്തിൻ്റെ ചുമടുകളുണ്ട്, ഭാരത്തിൻ്റെ ചുമടുകളുണ്ട്. ഈ ചുമടുകളെല്ലാം ചുമന്നുകൊണ്ടാണ് വരുന്നത്. ഇതെല്ലാമായിട്ട് ഇങ്ങനെ മനസ്സ് വിങ്ങിക്കൊണ്ട്, ഉള്ളു നീറിക്കൊണ്ട്, ഒരു ഗതിയില്ലാത്ത രീതിയിൽ മനസ്സ് വേദനിച്ച് പുകഞ്ഞുകൊണ്ട് വരുന്ന ദൈവമക്കൾക്ക് കർത്താവ് ആശ്വാസം തരുമെന്നായി പറഞ്ഞു വരുന്നത്. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും
നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഐക്യമുള്ളവരായിത്തീരുവീൻ, സന്തോഷമുള്ളവരായിത്തീരുവീൻ, ആകുലങ്ങൾ വിട്ടുകളയുവീൻ, ഭാരച്ചുമടുകൾ മാറ്റിക്കളയുവീൻ. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടിയല്ലോ, കുരിശിൻ്റെ നിഴലിൽ തലചായ്ച്ചിരിക്കുക. സ്തോത്രം. എന്നീ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കുരിശ് തേടി ദൂരെ പോകണ്ട. ക്രൂശിതൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടുണ്ട്. ക്രൂശിൽ 3 ആണിൽ തൂങ്ങിയ നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ്റെ പാദത്തിങ്കൽ തലചായ്ച്ചിരിക്കാം. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ അവൻ്റെ പാദത്തിൽ തലചായ്ച്ച് കിടക്കാം. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൻ്റെ ആ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് കിടക്കാം. നിങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ യേശുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാം. കർത്താവേ, ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ ഇങ്ങനെ എഴുന്നേൽപ്പിച്ചല്ലോ, നിനക്ക് സ്തുതി എന്ന് പറയണം. കർത്താവേ, ഇന്നലെ രാത്രിയിലെ ആപത്തുകളിൽ നിന്നെ നിരീക്ഷിച്ചല്ലോ എന്ന് പറയണം. കർത്താവേ, ദുഷ്ടപിശാച് ഒരിടത്ത് എത്തിയോ അത് നോക്കാതെ നീ എന്നെ കാത്തല്ലോ എന്ന് പറയണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കണം. നല്ല ഊർജ്ജസ്വതയോടെ, നല്ല നല്ല ഉണർവോടെ നിങ്ങളുടെ ജോലികൾക്ക് വേണ്ടി നിങ്ങൾക്ക് പോകാം. പഠിക്കാൻ തുടങ്ങാം, ജോലികൾക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക. ഞാൻ ആശിക്കുന്നു ഈ എൻ്റെ വാക്കുകളെ കേൾക്കുന്ന ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ദൈവമക്കളെല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരായിത്തീരണമെന്ന്, അവൻ്റെ പാദത്തെങ്കിൽ അഭയം പ്രാപിക്കുന്നവരായിത്തീരണമെന്ന് ഞാൻ ആശിക്കുന്നു. ഈ യേശുവിൻ്റെ പാദത്തിൽ അഭയം പ്രാപിച്ച് സമാധാനം അനുഭവിക്കുന്നവരായിത്തീരണമെന്ന്. ആകുലങ്ങൾ മാറി, അവലാധികൾ മാറി, ഭാരങ്ങൾ മാറി, ചുമടുകൾ മാറി സമാധാനവും സന്തോഷവും അനുഭവിക്കുന്നവരായിത്തീരണമെന്ന് ഞാൻ ആശിക്കുന്നു. സ്തോത്രം. എനിക്ക് സമാധാനം തന്ന യേശു നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്ക് സന്തോഷം തന്ന യേശു നിങ്ങൾക്ക് സന്തോഷം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെ തഴുകട്ടെ. ക്രിസ്തുവിൻ്റെ തൃക്കര നിങ്ങളെ തലോടട്ടെ. ക്രിസ്തുവിൻ്റെ തിരക്ക് നിങ്ങളുടെ പാപങ്ങളെ കഴുകട്ടെ. ക്രിസ്തുവിൻ്റെ സ്ലീബ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അജയമുള്ള സ്ലീബായുടെ ചുവട്ടിൽ നിങ്ങൾക്ക് അഭയം കിട്ടട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഒരു വേണ്ടി നിങ്ങളെ ഒരുക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ഈ പ്രിയമക്കളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. നെന്മക്കളോടൊന്ന് മനസ്സലിയണമേ. വചനം കേട്ട് എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. എല്ലാവരെയും ആശ്വസിപ്പിച്ച് സമാധാനപ്പെടുത്തി ആകുലങ്ങൾ മാറ്റി പറഞ്ഞയക്കണമേ. യേശുവേ, അവിടുത്തെ 2ാമത്തെ വേണ്ടി എല്ലാവരെയും വിശുദ്ധീകരിച്ച് ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.